ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ഫിഖ്ഹ് സുന്നയിലെ പഠിതാക്കളെ, ഫിഖ്ഹ് സുന്നയുടെ ആമുഖ ക്ലാസ്സിന് ശേഷം നമ്മൾ അതിൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ ആമുഖ ക്ലാസ് പലർക്കും നേരിട്ട് കേൾക്കാൻ സാധിച്ചില്ല. അത് റെക്കോർഡിംഗ് ഇല്ലാത്തത് കൊണ്ട് അയക്കാനും സാധിച്ചില്ല. അത് കേൾക്കാൻ കഴിയാത്തതിൽ ഒരുപാട് ആളുകൾ ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ട് ഈ ക്ലാസ്സിലും അത്യാവശ്യമായ, നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും അത് കേൾക്കാത്ത ആളുകളെ പരിഗണിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ഫിഖ്ഹ് സുന്നയുടെ പ്രാധാന്യം എന്ന് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹഷർ എന്നൊരു സൂറത്ത്, ഹഷർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുകയാണ്. ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് മഹ്ശറ. ആ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ അവസാനത്തെ 3 ആയത്തുകൾ ഒരാൾ ഒരു പ്രാവശ്യം ഓതിയാൽ 1000 ആയത്ത് ഓതിയ പ്രതിഫലം കിട്ടും. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദ എന്ന് തുടങ്ങി 3 ആയത്തുകൾ. അതെല്ലാവരും നിത്യം പാലിക്കണം. നിങ്ങൾക്കറിയുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും വേണം. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റു കഫാഇലിഹി. ഒരു നന്മ ഒരാൾക്ക് അറിയിച്ചു കൊടുത്താൽ അള്ളാഹു ആ ചെയ്യുന്നവൻ്റെ അതേ പ്രതിഫലം അറിയിച്ചു കൊടുക്കുന്നവനുണ്ട്. നമ്മൾ നൂറുൽ ഖുർആൻ ആണെങ്കിലും ഫിഖ്ഹ് സുന്ന ആണെങ്കിലും ലഭിക്കുന്ന അറിവുകൾ ജീവിതത്തിൽ പകർത്തുക. എത്ര ആൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ കൂലി അവരത് ചെയ്താൽ അതേ പ്രതിഫലം നമുക്കും കിട്ടും. ഒന്ന്. രണ്ടാമത്തത്, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒരുപാട് വിഭാഗം ആളുകൾ, ഒരുപാട് പ്രവർത്തനങ്ങളെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് മുഅല്ലിമുൻ നാസ് അൽ ഖൈർ. ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. വലിയ ശ്രേഷ്ഠതയാണ് മലക്കളുടെ പ്രാർത്ഥനക്കുണ്ട്. എന്തിനാ മലക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതെന്നറിയോ? ആ ഖൈറ് നമുക്ക് നൽകണം എന്ന് അള്ളാഹ്ക്ക് അത്യധികം ആഗ്രഹമുള്ളതുകൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും ചിലപ്പോൾ കിട്ടാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടാവില്ല. ആ അയോഗ്യത പൂർത്തീകരിക്കാനും പരിഹരിക്കാനുമാണ് പല കർമ്മങ്ങളുടെ പിന്നിലും മലക്കളുടെ പ്രാർത്ഥന വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏത് ക്ലാസ്സിൽ നിന്ന് എന്ത് അറിവ് നല്ലത് നമുക്ക് കിട്ടിയാലും അത് സ്റ്റാറ്റസായി വെക്കുക, പരമാവധി ആൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ സൂറത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് വിശ്വാസികളിൽ ഓരോരുത്തരും സഗൗരവം പരിഗണിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലാഹ് പറയുന്നുണ്ട്. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സുൻ, ഓരോരുത്തരും നോക്കട്ടെ എന്നാണ്. എല്ലാവരും കൂടി ഒരാൾ നോക്കട്ടെ എന്നല്ല. ബാപ്പിയും ഉമ്മയും മകനും മകളും മരുമകളും കുട്ടികളും പേരക്കുട്ടികളും എല്ലാവരും ഇങ്ങനെ എല്ലാവരും ഒരേപോലെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ വളരെ കുറവാണ്. ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തികാവസ്ഥ കുടുംബനാഥനായ പുരുഷൻ ശ്രദ്ധിച്ചാൽ മതി. പഠിക്കുന്ന കാര്യം മക്കൾ ശ്രദ്ധിച്ചാൽ മതി. അടുക്കളയിലെ കാര്യം സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ ഇവരെല്ലാവരും ഒരേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത്തിൽ ലിഗദിൻ. നാളേക്ക് വേണ്ടി. ഏത് നാളെ? ഇന്ന് നേരം വൈകുന്നേരമായി രാത്രി കിടന്ന് നാളെ നീക്കുന്ന നാളെയാണോ? അല്ല. മരണശേഷം ആരംഭിക്കുന്ന നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് മുൻകൂട്ടി ബോധപൂർവം വളരെ ശ്രദ്ധാപൂർവം സമ്പാദിച്ച് മുൻകൂട്ടി ചെയ്തു വെച്ചെന്ന് ഓരോരുത്തരും നോക്കണം. നമ്മൾ എന്താണ് നാളേക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്ന് നോക്കണം എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ മാ അമിലത്തിൽ ലിഗദിൻ എന്ന് പറഞ്ഞാൽ മതി. നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചത് എന്നാണ് അള്ളാഹു പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാ കസബത്തിൽ ലിഗദിൻ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അള്ളാഹു ബോധവും പറഞ്ഞൊരു വാക്കാണ് മാ ഖദ്ദമത്തിൽ ലിഗദിൻ. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഇതൊരു ഹിജറ വർഷമാണ്. ഹിജറ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 1800 ഫർള് നിസ്കാരമാണ് ഒരു കൊല്ലൊരു മനുഷ്യനുണ്ടാവുക. ആ കഴിഞ്ഞ ഹിജറ വർഷം ഞാൻ നിർവഹിച്ച 1800 ഫർള് നിസ്കാരത്തിൽ എന്തായാലും
എനിക്ക് പടച്ചോൻ്റെ അടുത്ത് കൂലി കിട്ടും എന്ന് ഉറപ്പുള്ള മദീന പള്ളിയിലെ മിമ്പറിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാക്ഷി നിർത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ചു കൊടുത്ത അതേ രീതിയിൽ ഞാൻ എത്ര നമസ്കരിച്ചിട്ടുണ്ട്, എനിക്ക് ആ രൂപത്തിൽ അങ്ങനെ ചെയ്താലാണല്ലോ പ്രതിഫലം കിട്ടുക. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ആ നിസ്കരിച്ച നിസ്കാരം അള്ളാൻ്റെ റസൂല് സ്വഹാബികളെ സാക്ഷി നിർത്തി അതേ മിമ്പർമെന്ന് നമസ്കരിക്കുകയും എന്നിട്ട് സല്ലൂ കമാറ ഐതുമൂനി ഉസല്ലി എന്ന് പറയുകയും ചെയ്ത അതേപോലെയാണ് ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ നിർവഹിച്ചത്. അങ്ങനത്തെ ഇത്ര ഫർള് നിസ്കാരം എനിക്ക് കഴിഞ്ഞ കൊല്ലം നിസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന എന്ത് ഇബാദത്താണ് നിങ്ങൾക്കുള്ളതെന്ന് പരിശോധിക്കണം. അഥവാ ഞാൻ ചെയ്ത ഇബാദത്തിൽ അള്ളാൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായതും പ്രതിഫലം നഷ്ടപ്പെടാതെ സൂക്ഷിക്കപ്പെട്ടതും പരലോകത്തെനിക്ക് ഉറപ്പായിട്ടും അതിൻ്റെ കൂലി എനിക്ക് കിട്ടും എന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന എന്ത് ഇബാദത്ത്, എത്ര ഇബാദത്താണ് നിങ്ങൾക്ക് മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കട്ടെ എന്നാണ്. സഹോദരന്മാരെ, റമളാൻ വന്നാൽ നമ്മൾ പ്രധാനമായി ചെയ്യുന്ന ജോലി എന്താണ്? ഖുർആൻ പാരായണം. ഞാൻ ഓതിയ ഖുർആൻ കഴിഞ്ഞ കൊല്ലം 5 10 അല്ലെ 4 5 ഖത്തം ഞാൻ തീർത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാൻ്റെ റസൂലിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുത്ത അതേ രൂപത്തിലാണ്. ആ അള്ളാൻ്റെ റസൂല് സ്വഹാബികൾക്ക് ഓതിക്കൊടുത്ത അതേ രൂപത്തിലാണ്. അറബി ഭാഷയിലെ ഓരോ അക്ഷരവും പുറപ്പെടേണ്ട മഖ്റജിൽ നിന്നാണ് പുറപ്പെട്ടിട്ടുള്ളത്. അവിടെ പാലിക്കപ്പെടേണ്ട എല്ലാ പാരായണ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞാൻ ഓതിയത് എന്ന് പറയാവുന്ന എത്ര പേജുകൾ, എത്ര ആയത്തുകൾ, എത്ര ഖത്തം നിങ്ങൾക്ക് തീർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും നോക്കട്ടെ. നമ്മൾ ചെയ്തൊക്കെ പരലോകത്ത് ഉണ്ടാവില്ലല്ലോ, പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോകും. അത്തരം നഷ്ടങ്ങളൊന്നും പറ്റാതെ ഞാൻ ചെയ്ത ഈ ഇബാദത്ത് എനിക്ക് എന്തായാലും പരലോകത്ത് കൂലി കിട്ടും എന്ന് പറയാവുന്ന രൂപത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് ഓരോരുത്തർ പരിശോധിക്കണം. ഒരു മനുഷ്യൻ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഈമാനും വേണം, അമലും വേണം. ഈമാൻ കുറ്റമറ്റതായിരിക്കുന്നത് പോലെ അമലുകളും കുറ്റമറ്റതായിരിക്കണം. രണ്ടിനും പ്രാർത്ഥനയും വേണം, പരിശ്രമവും വേണം. എന്താ ഈമാൻ കുറ്റമറ്റതാക്കാനുള്ള വഴി? പഠിക്കണം, അള്ളാഹിനെപ്പറ്റി പഠിക്കണം, പരലോകത്തെപ്പറ്റി പഠിക്കണം, പടച്ചവനോട് പ്രാർത്ഥിക്കണം. അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹ് പറയാ വഅലം, നീ പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹിനെപ്പറ്റി പഠിക്കണം. തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കണം, ഈമാൻ എപ്പോഴും പുതുക്കിക്കൊണ്ടേയിരിക്കണം. ജദ്ദിദു ഈമാനക്കും, നിങ്ങൾ നിങ്ങളുടെ ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കർമ്മങ്ങളും കുറ്റമറ്റതാവണം. നിങ്ങൾ നോക്കൂ, സുബഹി നമസ്കാര ശേഷം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. ഇത് കേൾക്കുന്ന ആരെങ്കിലും ആ പ്രാർത്ഥന ടെക്സ്റ്റ് മെസ്സേജ് ആക്കിയിട്ട് ഗ്രൂപ്പിലിട്ടാൽ അൽഹംദുലില്ലാഹ് അവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നേരം വെളുക്കുമ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാതെ നമസ്കരിച്ചിരുന്ന് ചോദിക്കുകയാണ്, എന്താണ്? ഇൽമൻ നാഫിയൻ, പ്രയോജനകരമായ അറിവ്, വറിസ്ഖൻ ത്വയ്യിബൻ, വിശിഷ്ടമായ വിശുദ്ധമായ ഭക്ഷണം, വഅമലൻ മുതഖബ്ബലൻ, സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങൾ. ഇത് മൂന്നും റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് സുബഹി നമസ്കാര ശേഷം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട തന്നെ. ആദ്യത്തതും അവസാനത്തതും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ്? അമലൻ മുതഖബ്ബലൻ ഇൽമൻ നാഫിയൻ. അപ്പോൾ ഒരു കർമ്മം സ്വീകരിക്കപ്പെടുന്നതാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള അറിവ് നമ്മൾ പൂർണ്ണമായി നേടിയിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ യസ്അലൂനക എന്ന് 9 സ്ഥലത്ത് സൂറത്തുൽ ബഖറയിൽ മാത്രം കാണാം. യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. ആര്? സഹാബികൾ. ആരോട്? പ്രവാചകനോട്. ചോദിച്ചത് മുഴുവൻ ഫിഖ് സുന്നയിലെ ചോദ്യം, കർമ്മശാസ്ത്ര ചോദിച്ചത്. യസ്അലൂനക അനിൽ മഹീദ്, ആർത്തവ രക്തത്തെപ്പറ്റി പ്രവാചകരെ നിന്നോട് അവർ ചോദിക്കുന്നു. ആര്? സ്ത്രീകൾ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വന്നതിന് ശേഷം ഉണ്ടായ ഒരു സംഗതി അല്ലല്ലോ ആർത്തവം. അത് മനുഷ്യൻ സൃഷ്ടിച്ചപ്പെട്ട അന്ന് മുതലേ ഉണ്ട്. അതെന്താണ് ആർത്തവത്തോട് എന്താണ് ഇസ്ലാമിൻ്റെ വിധി? അതിനെപ്പറ്റി എങ്ങനെയാണ് ശുദ്ധിയാവേണ്ടത്? അതിൻ്റെ കുറഞ്ഞ സമയം എത്രയാണ്, കൂടിയ സമയം എത്രയാണ്? ആർത്തവ രക്തവും ഇസ്തിഹാദത്തിൻ്റെ രക്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചോദിച്ച് പഠിക്കുകയാണ്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. കർമ്മശാസ്ത്രത്തിലോ വിശ്വാസ കാര്യങ്ങളിലോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് പഠിക്കണം. അതിൽ പേര് കേട്ട ആളുകളായിരുന്നു അൻസാറുകളായ സ്ത്രീകൾ. നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ. സ്ത്രീകളിൽ വെച്ച് ഏറ്റവും നല്ല സ്ത്രീകൾ അൻസാറുകളായ സ്ത്രീകളാണ്. എന്താ കാരണം? ലം യംനഉന്നൽ ഹയാഉ അൻ യതഫഖഹന ഫിദ്ദീൻ. മതകാര്യം ചോദിച്ചു പഠിക്കുന്നതിൽ അവർക്ക് ഒരു ലജ്ജയില്ല. ലജ്ജ ആവശ്യമില്ലാത്ത വിഷയമാണ്. ലജ്ജ വേണ്ട എവിടെയെന്നറിയോ? അള്ളാഹ് വിരോധിച്ച കാര്യം പ്രവർത്തിക്കുന്നത് താടെ ലജ്ജയില്ലേ? അതാണ്, അവർക്ക് ലജ്ജല്ല. ചോദിച്ചു പഠിക്കുകയാണ്, ഖുർആൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, യസ്അലൂനക അനിൽ യതാമ, അനാഥകളെപ്പറ്റി, യതീമുകളെപ്പറ്റി. അന്നത്തെ ഏറ്റവും വലിയ സോഷ്യൽ പ്രോബ്ലം ആയിരുന്നു. കാരണം സംഘട്ടനം ജീവിതത്തിൻ്റെ ഭാഗമാണ്, യുദ്ധം സാർവത്രികമാണ്. ഉച്ചക്ക് ചോറുന്നാൻ വന്ന ഭർത്താവിന് ചോറ് വിളമ്പി കൊടുക്കുന്നതിന് മുമ്പ് ഭാര്യമാർ വാള് ഉറയെന്നിങ്ങനെ ഊരി നോക്കി അതിന്മേൽ രക്തമുണ്ടോയെന്ന് ഉറപ്പ് വരുത്തും. ഒരാളെങ്കിലും കൊല്ലാതെ വന്ന അവൻ ഒന്നിനും പറ്റാത്തവനാണ്. വലൗലാ സലാസുൻ ഹുന്ന മിൻ ഐഷത്തിൽ ഫത്താ. ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ ഇല്ലെങ്കിൽ ജീവിതം ഒരർത്ഥമില്ലാണ്. വാം, വുമൺ, വൈൻ. പെണ്ണ്, കള്ള്, യുദ്ധം എന്ന് ചിന്തിച്ചിരുന്ന ഒരു സൊസൈറ്റിയിൽ ഒരാൾ മരിച്ചാൽ അയാളെ ഭാര്യ വിധവയായി, അയാളെ കുട്ടികളനാഥയായി. അപ്പോൾ യതീമക്കൾ വലിയ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് അവരെ ചൂഷണം ചെയ്ത് ജീവിച്ച വലിയൊരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. മക്കളെ സംരക്ഷിക്കുക എന്നുള്ളവർക്ക് അടുത്തുകൂടി യതീമക്കളെ സമ്പത്ത് കവർന്നുകൊണ്ട് അവർ ഉപേക്ഷിച്ചു പോകുന്ന ചരിത്രങ്ങൾ എമ്പാടുള്ളതുകൊണ്ടാണ് ഖുർആൻ യതീമുകളെ പറ്റി ആദ്യമായി സംസാരിച്ചത്. യസ്അലൂനക അനിൽ യതാമ. അനാഥകളുള്ള കടപ്പാടുകളെ പറ്റി പ്രവാചകർ അവർ നിന്നോട് ചോദിക്കുന്നു. യസ്അലൂനക മാദാ യുൻഫിഖൂൻ. ഞങ്ങൾ എന്താണ് ചെലവാക്കേണ്ടത്? സാമ്പത്തിക രംഗത്തുള്ള ക്രയവിക്രയങ്ങളിൽ ഞങ്ങൾ പാലിക്കേണ്ട മത നിയമങ്ങൾ ചോദിച്ചു പഠിക്കുക. യസ്അലൂനക അനിൽ അഹില്ല. മാസപ്പിറവി ഇന്നും വിവാദമല്ലേ? ഇന്നും വിവാദമല്ല. ഈ കഴിഞ്ഞ റമളാനും ചെറിയ വലിയ പെരുന്നാക്കും വിവാദമായിട്ടില്ലേ മാസപ്പിറവി കേരളത്തിൽ? ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് പറയണം? ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. ഹജ്ജിന് സമയമായോ, റമളാനായോ, പെരുന്നാളായോ എന്നറിയാനുള്ള അടയാളമാണ് എന്ന് നീ അവരോട് പറയുക. യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ. കള്ളിനെപ്പറ്റിയും ചൂതാട്ടത്തെപ്പറ്റിയും അവർ നിന്നോട് ചോദിക്കുന്നു. എന്താ ചോദിക്കാനുള്ളത്? റസൂലുള്ളാഹി വന്നതിന് ശേഷം തുടങ്ങിയതാ അത്? അല്ല. കള്ളിൻ്റെ മതവിധി എന്താണ്? ചൂതാട്ടത്തിൻ്റെ മതവിധി എന്താണ്? ചോദിച്ചു പഠിക്കുകയാണ്. യസ്അലൂനക അനിൽ അംഫാൽ. യുദ്ധത്തിന് കിട്ടിയ സ്വത്ത് എങ്ങനെ ഓഹരി വെക്കണം ചോദിച്ചു പഠിക്കുന്നു. അവസാനം ചോദിക്കാൻ പറ്റാത്തതും ചോദിച്ചു. ഏതേന്നു? യസ്അലൂനക അനിർ റൂഹ്. ആത്മാവിനെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ച് പഠിച്ച ഒരു വലിയ ചരിത്രം സൂറത്തുൽ ബഖറ നമ്മുടെ മുമ്പിൽ വെക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മളെ കർമ്മങ്ങൾ നമ്മൾക്ക് ഒരു ആത്മവിശ്വാസമുള്ള രൂപത്തിൽ. ഞാൻ 57 ആളെയും കൊണ്ട് ഹജ്ജിന് പോയ ആളാണ്. ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് മിക്കവാറും ആളുകളൊക്കെ പറഞ്ഞത്, ഉസ്താദെ ഒന്നുകൂടി പോകണം. അതെന്താ? ആദ്യത്തെ ശരിയായില്ല. അവനവന് തന്നെ ആത്മവിശ്വാസമില്ലാത്തൊരു കർമ്മം പടച്ചോനെ നീ സ്വീകരിക്കണേ എന്നെങ്ങനെ പറയാം? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. നമ്മൾ നമസ്കാരത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ പടി ശുദ്ധീകരണമാണ്. ത്വഹാറത്ത് എന്നാണ് അറബിയിൽ പറയുക. 2 തരം ശുദ്ധീകരണമുണ്ട്. ഒന്ന് മനുഷ്യൻ്റെ ആന്തരികമായ വിശ്വാസപരമായ ശുദ്ധീകരണം. 2 ത്വഹാറത്തുൽ ബദൻ, ശരീരം, വസ്ത്രം, സ്ഥലം, ഇതൊക്കെ ശുദ്ധീകരിക്കണം. എന്താണ് ഈ ആന്തരികമായ ശുദ്ധീകരണം? അത് തൗഹീദ് വളരെ കൃത്യമായിരിക്കണം. ശിർക്ക് ഏറ്റവും വലിയ നജസാണ്, മാലിന്യമാണ്. മാനസിക മാലിന്യം, വിശ്വാസപരമായ മാലിന്യമാണ് ശിർക്ക്. ഇന്നമൽ മുശ്രികൂന നജസുൻ. സൂറത്ത് തൗബയിൽ കാണാം. മുശ്രിക്കുകൾ നജസാണ്, മാലിന്യമാണ് എന്ന് പറഞ്ഞാൽ പോലെ തൊട്ടാൽ കഴുകണം എന്നല്ല. അവരുടെ മനസ്സിലുള്ള ആ പിന്നെ ശിർക്കുണ്ടല്ലോ, അത് വിശ്വാസപരമായ ഏറ്റവും വലിയ മാലിന്യമാണ്. അതാദ്യം നീക്കണം. യഥാർത്ഥ തൗഹീദുള്ള ഏകദൈവ വിശ്വാസമുള്ള ആളുകളായി മാറണം. എന്നിട്ട് സൽക്കർമ്മം ചെയ്യണം. ശിർക്ക് വരുന്ന വഴികൾ എന്തൊക്കെയെന്ന് എല്ലാവരും വളരെ കൃത്യമായി പഠിക്കണം. ശിർക്ക് വരുന്ന വഴി നമ്മൾ നൂറുൽ ഖുർആനിലൊക്കെ സൂചിപ്പിച്ചിട്ട്, പക്ഷേ ഇത് നൂറുൽ ഖുർആൻ ഇല്ലാത്ത കുറേ ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്.
ഷിർക്ക് വരുന്ന വഴി ഒന്ന് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, അള്ളാഹുവെ കാക്കണേ എന്ന് പറയുന്നതിന് പകരം വേറെ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ അവൻ്റെ അമലുകളൊന്നും അള്ളാഹു എങ്ങനെ ഫിഖ്ഹുസുന്ന പഠിച്ചിട്ടും കാര്യമല്ല. ല യഹ്ബത്തന്ന അമലുക് വല തകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ തീരാ നഷ്ടക്കാരനായി പോകുമെന്ന് അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹു പറയാം. ല ഇൻ അശ്റക്ത ല യഹ്ബത്തന്ന അമലുക വല തകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കളെങ്ങാനും ഷിർക്ക് വെച്ചാൽ ലയഹ്ബത്തന്ന അമലുക, താങ്കളുടെ മുഴുവൻ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. വല തകൂനന്ന മിനൽ ഖാസിരീൻ, തീരാ നഷ്ടക്കാരനായി നിങ്ങൾ മാറും. അപ്പോൾ ഏറ്റവും ശ്രദ്ധിച്ച് മാറ്റി നിർത്തേണ്ട ഷിർക്ക് ഏതാണ്? നജസ് ഏതാണ്? ഷിർക്ക്. അത് വരുന്ന ഒന്നാമത്തെ വഴി അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥന സഹായതട്ടമാണ്. 2, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാട് അർപ്പിക്കുക. ബദരീങ്ങളെ പേരിൽ, ഉഹദീങ്ങളെ പേരിൽ, അതേപോലെ തന്നെ മമ്പർത്ത തങ്ങളെ പേരിൽ ആണ്ടുകുട്ടിനെ നേർച്ചയാക്കി പിന്നെ ഓൻ്റെ നിസ്കാരം എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമല്ല, അള്ളാഹു സ്വീകരിക്കൂല. 3, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയല്ലാതെ രോഗം മാറുക, ഉദ്ദിഷ്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുക, അപകടങ്ങൾ ഒഴിവാവുക, കാര്യങ്ങളൊക്കെ വൃത്തിയായി നടക്കുക, ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടെ നേർച്ച നേർന്നാലോ അതും ഷിർക്കാണ്, ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ശകുനം, അത്തീറത്തു ഷിർക്കുൻ, നിങ്ങളെപ്പറ്റി ഇപ്പാട് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ അടുത്ത കാലത്തൊന്നും മരിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ നിസ്കരിക്കണ്ട. അത്തീറത്തു ഷിർക്കുൻ, ആ ശകുന വിശ്വാസം പാടില്ല. അയാളെ കണ്ടുപോയിക്ക് ബസ് കിട്ടിയില്ല, ശകുന വിശ്വാസമാണ്. രാവിലെ തന്നെ ഒരാൾ കടം വാങ്ങാൻ പീടികയിൽ വന്നാൽ പീടിയക്കാരൻ്റെ മുഖം വാടി, കാരണം ഇനി അന്ന് മുഴുവൻ കടാണ്, ശകുന വിശ്വാസമാണ്. അത്തീറത്തു ഷിർക്കുൻ. അതുപോലെ തന്നെ ഇന്ന റുഖ വത്തമായിമ വത്തിവിലത്ത ഷിർക്കുൻ, ഐക്കല്ലും ഉറുക്കും ഏലസും ഷിർക്കാണ് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേര് സത്യം ചെയ്യുക. മൻ ഹലഫ ബി ഗൈരില്ലാഹി ഫഖദ് അശ്റക, അള്ളാഹു പിന്നെ കഅബയാണ്, പള്ളിയാണ്, ഖുർആൻ തൊട്ട്, പാപ്പയാണ്, ഭർത്താവാണ്, വിളമ്പി വച്ച ഭക്ഷണമാണ്, ഒന്നും പറയാൻ പറ്റും. അള്ളാഹുവാണ് സത്യം എന്ന് മാത്രമേ പറയാവൂ. അള്ളാഹു അല്ലാത്ത ആളുടെ പേര് സത്യം ചെയ്താൽ അവൻ ഷിർക്ക് ചെയ്തു എന്നാണ്. ഏറ്റവും ചെറിയ ഷിർക്ക് എന്താ? ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി നന്മ ചെയ്യുക അല്ലെങ്കിൽ തിന്മ ചെയ്യാതിരിക്കുക. അതും അഷിർക്കുൽ അസ്ഗർ, ഏറ്റവും ചെറിയ ഷിർക്കാണ്, എല്ലാം ഒഴിവാക്കണം. അതാണ് ഒന്നാമത്തെ ശുദ്ധീകരണം. 2, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇത് ശുദ്ധി വരുത്തിയ തൗഹീദുള്ള ആൾക്കാണ് മുഅ്മിൻ എന്ന് പറയാം. ഇന്നമൽ മുഅ്മിനു ലാ യൻജുസ്, ഇന്നൽ മുഅ്മിന ലാ യൻജുസ്. മുഅ്മിൻ ഒരിക്കലും നജസാവൂല, അവൻ്റെ മനസ്സൊരിക്കലും മാലിന്യമുള്ളതാവൂല എന്നർത്ഥം. 2, കർമ്മരംഗത്തുള്ള മാലിന്യമാണ് ബിദ്അത്ത്. എന്താണ് ബിദ്അത്ത്? ഇന്ന് പല മേഖലകളിലും സുന്നത്തിനേക്കാൾ കൂടുതൽ ബിദ്അത്താണ്. മരിച്ച വീട്ടിൽ ചെന്നാൽ സുന്നത്തിനേക്കാൾ കൂടുതൽ ബിദ്അത്താക്കാണ്. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാൻ വേണ്ടി കൽപ്പിക്കുകയോ ആരെങ്കിലും പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് മൗനം അവലംബിക്കുകയോ ഞാൻ അങ്ങനെ പ്രവർത്തിക്കുമായിരുന്നു എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന അത്തരം കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയാം. അതിൻ്റെ നേരെ എതിരാണ് ബിദ്അത്ത്. പ്രവാചകൻ പറഞ്ഞിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല, ചെയ്ത് കാണിച്ചിട്ടില്ല, ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ആരെങ്കിലും ചെയ്ത് കേട്ടിട്ട് അംഗീകാരം കൊടുത്തില്ല. ഇങ്ങനെ പിൽക്കാലത്ത് പ്രവാചകന് ശേഷം മതത്തിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ബിദ്അത്ത്. ഏതൊരു ഇബാദത്ത് ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല അള്ളയും റസൂലും പറഞ്ഞതല്ലാതെ. ഇബാദത്തും മുആമലാത്തും നമ്മുടെ വ്യത്യാസം. ഈ മുആമലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ജീവിതത്തിലെ പറ്റു കച്ചവടം, അത് ഇത് വീടുണ്ടാക്കൽ, ഇതൊക്കെ മുആമലാത്താണ്, ഒക്കെ അനുവദനീയ, അള്ള വിരോധിച്ചതൊഴികെ. നല്ലോണം മനസ്സിലാക്കണം. ഇബാദത്തല്ലാത്ത കാര്യങ്ങൾക്ക് ശർഇന്റെ ഭാഷയിൽ പറയുന്ന പേര് മുആമലാത്ത് എന്നാണ്. മുആമലാത്ത് എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കൽ, വസ്ത്രം ധരിക്കൽ, കച്ചവടം തുടങ്ങൽ, വ്യത്യസ്തങ്ങളായ ജോലി ചെയ്യൽ, ഇതൊക്കെ ജീവിതത്തിൻ്റെ മുആമലാത്തുകളാണ്. അതിൻ്റെ പൊതു നിയമം എല്ലാം ഹലാലാണ്, അള്ള വിരോധിച്ചതൊഴികെ. ഇപ്പോൾ ഒരാൾ കച്ചവടം തുടങ്ങുകയാണ്, ഏത് കച്ചവടം തുടങ്ങാം, പിന്നെ ഏതാ തുടങ്ങാൻ പറ്റാത്തത്? അള്ള ഹറാമാക്കി കച്ചവടം മാത്രം പാടില്ല, അല്ലാത്ത എല്ലാ കച്ചവടം ചെയ്യാം. എന്നാൽ ഇബാദത്ത് എന്താ പറയുക, ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല അള്ളാഹും റസൂലും കൽപ്പിച്ചതല്ലാതെ. അതാണ് ഇബാദത്തും മുആമലാത്തും തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണം, ഒരാൾ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു, പള്ളി
സ്വാഭാവികമായിട്ട് അവിടെ എത്രയോ ആളുകളുണ്ട്. ജുമ ആണെങ്കിൽ 2 റക്അത്തേ ഉള്ളൂ. അപ്പം നമസ്കരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇമാമിനോട് പറയുകയാണ്, ഉസ്താദ് നമ്മളിപ്പോൾ ഇത്രയോ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ 2 റക്അത്തല്ലേ ജുമ നിസ്കരിച്ചുള്ളൂ. അപ്പോൾ ഇവിടെ ഇത്രയും ആൾ ഒരുമിച്ച് കൂടിയ സ്ഥിതിക്ക് പിന്നെ നമുക്ക് ഈ ജുമാൻ്റെ സുന്നത്തും കൂടെ ഉണ്ട് ജമാഅത്തായി നിസ്കരിച്ചൂടെ, ജമാഅത്ത് നിസ്കരിക്കണം എന്ന് റസൂല പറഞ്ഞിന്, 20 ഇരട്ടി കൂലുണ്ടെന്ന് റസൂല പറഞ്ഞിന്. അപ്പോൾ നമുക്ക് ഏതായാലും ഇത്രയും ആളുകളുണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോടെ. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, ജുമാൻ്റെ ശേഷമുള്ള സുന്നത്തും കൂടെ ജമാഅത്തായി നിസ്കരിച്ചൂടെ എന്ന് വെച്ചാൽ ആ ഉസ്താദ് എന്താ മറുപടി പറയാം? ജമാഅത്ത് നല്ലത് തന്നെയാണ്, 20 ഇരട്ടി കൂലിയുണ്ട്. പക്ഷേ റവാത്തിബ് സുന്നത്ത് അല്ലാഹുവിൻ്റെ റസൂല് ജമാഅത്തായി നമസ്കരിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നില്ല. അതാണ് നമ്മുടെ നിലപാട്. നല്ലതല്ലേ, നമുക്ക് എന്തൊക്കെ അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കാം. ഒരാൾ പറയാണ് ഈ ളുഹറിൻ്റെയും സുബീൻ്റെയും ഇടയിൽ കുറേ ഗ്യാപ്പുണ്ട്, ഒരു 10-11 മണിക്കൂർ ഒരു നിസ്കാരം കൂടി നമ്മൾ നിസ്കാരമാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല. അത് ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല അല്ലാഹുവിൻ്റെ റസൂലും കൽപ്പിച്ചതല്ലാതെ. അതാണ് ഇബാദത്തിൻ്റെ അടിസ്ഥാന തത്വം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന അഗ്നി ആരാധകൻ 9 കുത്ത് അടിവയറ്റിന് കുത്തിയിട്ടാണ് അദ്ദേഹം മരിച്ചു പോയത്. അദ്ദേഹത്തെ കുത്തുകൊണ്ട് അദ്ദേഹം അബോധാവസ്ഥയിലായ വാർത്ത കാട്ടുതീ പോലെയാണ് പരന്നത്. 20 സാമ്രാജ്യം ഇസ്ലാമിക സാമ്രാജ്യത്തോട് ചേർത്ത് വെച്ച മനുഷ്യനാണ്. പേര് കേട്ടാൽ വിറക്കണ മനുഷ്യൻ, കുത്തേറ്റിരിക്കുന്നു, ആളുകളുടെ മഹാപ്രവാഹമായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വന്ന ഒരു കുട്ടി, ഒരു യുവാവായ സ്വഹാബിൻ്റെ, ഒരു അറബിയുടെ തുണി നെരിയാൻ്റെ കീപ്പെട്ട ഉമർ അല്ലാഹുവിനത് പൊന്തിക്കാൻ പറഞ്ഞു. മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ അതേപോലെ ഒരാൾ തുമ്മി, അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറയുക. ഒരു അർത്ഥത്തിനൊരു കുഴപ്പമില്ല, റസൂലക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ഉമർ അല്ലാഹുവിന് പറഞ്ഞു, മോനെ അങ്ങനെ പറയത് കേട്ടോ, അള്ളാൻ്റെ റസൂല് അൽഹംദുലില്ലാ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് അതേ പറയാം. അതാണ് നമ്മുടെ നിലപാട്. അർത്ഥം നന്നായിട്ട് കാര്യമല്ല. എത്തിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കല്ലേ, കുട്ടികൾ പ്രകടനം നടത്തല്ലേ, പ്രവാചകൻ്റെ മദ്ഹ് പറയല്ലേ, ഇങ്ങനെ ഓരോ ബിദ്അത്തിനെ നമ്മൾ ന്യായീകരിക്കുമ്പോൾ അതൊന്നും ഇസ്ലാമിൽ ന്യായമല്ല. അല്ലാഹുവിൻ്റെ റസൂലും മാതൃക കാണിച്ചു തന്നിട്ടുണ്ടോ അതേ ഇസ്ലാമിൽ അംഗീകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹജ്ജിന് പോയാൽ സാധാരണ ഉംറ കഴിഞ്ഞാൽ തവാഫ് കഴിഞ്ഞാൽ മഖാമു ഇബ്രാഹിമിൻ്റെ ബാക്കിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കും. ഇത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. തവാഫ് ചെയ്യുക, സഅയ് ചെയ്യുക, മുടി മുറിക്കുക, പോവുക. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലോട് പറഞ്ഞു, പ്രവാചകരെ ഹജർ അസ്വദ് ഒരിക്കലും ജനങ്ങൾ മറക്കൂല. കാരണം എന്താ, അത് ഇബാദത്തുമായി ബന്ധമുണ്ട്. തവാഫ് തുടങ്ങൽ ഹജർ അസ്വദ് ഉമ്മ വെച്ചിട്ടാണ്, ചുംബിച്ചിട്ടാണ്. അപ്പോൾ ഒരിക്കലും ഹജർ അസ്വദ് ജനങ്ങൾ മറക്കൂല. അതുപോലെ പല കാര്യങ്ങൾ, ഈ മഖാം ഇബ്രാഹിം അങ്ങനല്ല, ഇതിനൊരു ഇബാദത്തുമായി ബന്ധമല്ല. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് ജനങ്ങൾ അവഗണിച്ച് അങ്ങനെ വിസ്മൃതിയിൽ ആണ്ടുപോകുമല്ലോ പ്രവാചകരെ. ഈ എന്തെങ്കിലും ഒരു ഇബാദത്തുമായിട്ട് ഈ കല്ലിനെ ബന്ധപ്പെടുത്താൻ വല്ല വഴിയുണ്ടോ? അതായത് അപ്പം അല്ലാഹുവിൻ്റെ റസൂലാണ് അല്ലാഹ് പറയണം, അല്ലാഹയത്തർക്കി വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, ഇനി മുതൽ നിങ്ങൾ മഖാമു ഇബ്രാഹിം നമസ്കാര സ്ഥലമാക്കുക. അപ്പം അള്ളാഹിൻ്റെ കൽപ്പന അല്ലാതെ 2 റക്അത്ത് നിസ്കാരം പോലും ഇസ്ലാമിൽ ഉണ്ടാക്കാൻ പറ്റൂല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ബിദ്അത്ത് എന്നത്, നിസ്കാരത്തിൽ ധാരാളം ബിദ്അത്തുകളുണ്ട്. ആ ബിദ്അത്തുകളിൽ നിന്നും സുന്നത്തും ഏതാണെന്ന് മനസ്സിലാക്കി സുന്നത്ത് മാത്രം നമ്മൾ ചെയ്യണം. അപ്പോഴേ അത് മാ ഖദ്ദമത്തിൽ ഖദിൻ എന്നോർത്തുള്ളൂ. പറഞ്ഞത്. അപ്പോൾ അതാണ് ഈ 2 ശുദ്ധീകരണം. ഒന്ന് വിശ്വാസപരമായ രംഗത്ത്, 2 കർമ്മരംഗത്തുള്ള ബിദ്അത്തും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കണം. അതേപോലെ രണ്ടാമത്തെ ഘട്ടമാണ് അത്വഹാറത്തുൽ ബദൻ, ശരീരവും വസ്ത്രവും സ്ഥലവും ശുദ്ധീകരിക്കുക നജസിൽ നിന്ന്. അത്വഹൂറു ഷത്റുൽ ഈമാൻ, വൃത്തി ഈമാനിൻ്റെ ഭാഗം പകുതിയാണ് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 രീതിയിലാണ് ശുദ്ധീകരണമുള്ളത്. ശുദ്ധീകരണം 2 രീതിയിലാണ്. ഒന്ന്, 2 വസ്തുക്കളെ കൊണ്ട് നമുക്ക് ശുദ്ധീകരിക്കാം. എന്താണത്? ഒന്ന് വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണം. അതാണ് മഴയായി ഒക്കെ കിട്ടുന്ന വെള്ളം കൊണ്ട് നമുക്ക് നജസ് എന്ത് ചെയ്യാം? ശുദ്ധീകരിക്കാം. അത് പിന്നെ മറ്റ് നജസുകളൊന്നും കലർന്നിട്ട് നിറമോ മണമോ രുചിയോ മാറിയില്ലെങ്കിൽ ആ വെള്ളം ത്വാഹിറാണ്, ത്വഹൂറാണ്, നമുക്കത് ഉപയോഗിക്കാം. ത്വഹൂർ, താഹിറല്ല ത്വഹൂർ, അതാണ് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കേണ്ടത്.
അതിൽ പിന്നെ നജസല്ലാത്ത വസ്തുക്കൾ വീണിട്ടുണ്ടെങ്കിലോ, ഇപ്പോൾ കഞ്ഞിവെള്ളം, നമ്മൾ ഉതുണ്ടാക്കുന്ന വെള്ളത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം ചിന്തിപ്പോയി, അതുകൊണ്ട് ആ വെള്ളത്തിന് കുഴപ്പമില്ല. കുറച്ച് ചായ നമ്മൾ ഉതുണ്ടാക്കുന്ന വെള്ളത്തിൽ ചിന്തിപ്പോയി, അത് നജസല്ലല്ലോ, ഉപയോഗിക്കണമല്ലേ, അത് ആ വെള്ളത്തെ കേടുവരുത്തൂല. എന്നാൽ നജസ് കലർന്ന വെള്ളമാണെങ്കിൽ ആ നജസ് ആ വെള്ളത്തിൻ്റെ നിറമോ മണമോ രുചിയോ ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. വെള്ളം മൊത്തത്തിൽ ശുദ്ധിയുള്ളതാണ്. അൽ മാഉ തഹൂറുൻ ലാ യുനജ്ജിസുഹു ഷൈഉൻ. വെള്ളം ശുദ്ധിയുള്ളതാണ്, അതിനെ ഒന്നും അശുദ്ധമാക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഴവെള്ളം, അരുവിയിലെ വെള്ളം, കിണർ വെള്ളം, കടൽ വെള്ളം തുടങ്ങിയ എല്ലാം നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. മാത്രമല്ല കടലിലെ വെള്ളം മാത്രമല്ല, കടലിലെ ശവം എന്ന് പറഞ്ഞാൽ മത്സ്യം എല്ലാവരും അറുത്തിട്ടല്ലല്ലോ തിന്നൽ, അത് നമുക്ക് അനുവദനീയമാണ്. അതുപോലെ സംസം വെള്ളം, ഇതിനൊക്കെ ഉപയോഗിക്കാം. അലി അള്ളാഹുവിന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു പാത്രം സംസം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അതിൽ നിന്ന് കുടിക്കുകയും ഉളു എടുക്കുകയും ചെയ്തു. അപ്പോൾ ഉളു എടുക്കാൻ സംസം വെള്ളം ഉപയോഗിക്കുന്ന സൗദി അറേബ്യൻ്റെ മക്കയുടെ 50 കിലോമീറ്റർ ചുറ്റളവിൽ ശുദ്ധജലമില്ല. അവിടെ എല്ലാത്തിനും അവർ ഉപയോഗിക്കുന്നത് ഈ സംസം വെള്ളമാണ്. അതേപോലെ തന്നെ ശുദ്ധീകരണത്തിന് രണ്ടാമത്തെ മാർഗം മണ്ണാണ്. വെള്ളം കിട്ടാതെ വരികയോ, വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതെ വരികയോ, വെള്ളം ഉപയോഗിച്ചാൽ കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല, അങ്ങനെ മനുഷ്യൻ ദാഹിച്ച് മരിച്ചു പോകുന്നുണ്ടാൽ ആ വെള്ളം ഉപയോഗിക്കരുത്, ഓൻ തയമ്മും ചെയ്യാം. അതിന് മണ്ണാണ് ആശ്രയിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള 5 അനുഗ്രഹങ്ങളിൽ, മറ്റ് പ്രവാചകന്മാർക്ക് നൽകപ്പെടാത്ത 5 അനുഗ്രഹങ്ങളിൽ ഒന്ന് നമുക്ക് ശുദ്ധീകരണത്തിന് മണ്ണ് അള്ളാഹു അനുവദിച്ചു തന്നിരിക്കുന്നു എന്നതാണ്. ഇനി നജസുകളുടെ ഇനങ്ങൾ, നജസുകൾ നമ്മുടെ ശരീരത്തിലുള്ള ഫിയാബക ഫത്വഹിർ, ഖുർആൻ പറഞ്ഞതാണ്. ഇങ്ങനെ ഡ്രസ്സ് ശുദ്ധീകരിക്കണം, വൃത്തിയുള്ളതാക്കണം. അതാണല്ലോ നേരത്തെ യസ്അലൂനക അനിൽ മഹീദ്, ആർത്തവ രക്തത്തെ പറ്റി അവർ ചോദിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, കുൽ ഹുവ അദൻ, അതൊരു ബുദ്ധിമുട്ടാണ്, പ്രയാസാണ്, വൃത്തികേടാണ്. ഫഅതസിലു നിസാഅ ഫിൽ മഹീദ്, നിങ്ങൾ ആർത്തവ രക്തമുള്ള സ്ത്രീകളിൽ നിന്ന് മാറി നിൽക്കണം. മാറി നിൽക്കാനാൽ ശാരീരിക ബന്ധം ഏർപ്പെടാൻ പറ്റില്ല എന്നുള്ളത്, അല്ല അതുപോലെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നല്ല. അത് അവർ നിസ്കരിക്കരുത്, നോമ്പ് നോൽക്കരുത് എന്നൊക്കെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. മനുഷ്യൻ്റെ മലവും മൂത്രവും നജസാണ് മൊത്തത്തിൽ. എന്നാൽ മുലപ്പാൽ മാത്രം കുടിക്കുന്ന, മുലപ്പാലല്ലാത്ത ഭക്ഷണം കഴിക്കുന്ന, മുലപ്പാൽ മാത്രം കഴിക്കുന്ന കുട്ടികളുണ്ടാവും. ആ കുട്ടികളിൽ ആൺകുട്ടിയാണെങ്കിൽ നമ്മളെ മടിയിൽ മൂത്രമൊഴിച്ചാൽ കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞാൽ മതി. പെൺകുട്ടിയാണെങ്കിൽ മൂത്രത്തേക്കാൾ കൂടുതൽ കുറച്ച് വെള്ളം ഒഴിക്കണം, മറ്റേ കുടഞ്ഞാൽ മതി. ഇനി 2 പേരും മുലപ്പാലല്ലാത്ത ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലോ അത് വൃത്തിയായി കഴുകുകയും വേണം. അടുത്തത്, ചെരുപ്പ് ഇട്ട് നിസ്കരിക്കാൻ നമുക്ക് വേണമെങ്കിൽ, പക്ഷെ ചെരുപ്പിൽ നജസ് ഉണ്ടാവരുത്. ആ നജസ് എങ്ങനെയാണ് പോക്കേണ്ടത്? അത് നിലത്ത് നന്നായിട്ട് വരതിയിട്ട് ആദ്യം ചെരുപ്പ് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ചെരുപ്പ് പരിശോധിക്കുക. ഇനി ചെരുപ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലോണം നിലത്ത് ഉരച്ച് പോക്കിയാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നമസ്കരിക്കാം. അതുപോലെ തന്നെ സ്ത്രീകളുടെ അടിവസ്ത്രം, മെയിൻ മോളുള്ള വസ്ത്രത്തിൻ്റെ അടിയിൽ ധരിക്കുന്ന വസ്ത്രം പലപ്പോഴും അവരുടെ കാല് കാണാത്ത രൂപത്തിൽ നിലത്ത് ഇങ്ങനെ ഏഞ്ഞുകൊണ്ടാണ് പോവുക. അപ്പോൾ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചാണ്, അള്ളാഹിൻ്റെ റസൂലെ, ഞങ്ങളുടെ ഡ്രസ്സിൽ ആ ഭാഗത്ത് ഇങ്ങനെ നിലത്തൂടെ ഇങ്ങനെ എഴുതുമ്പോൾ പല നജസ്സും ആവൂലേ, അപ്പോൾ അതെങ്ങനെ ശുദ്ധീകരിക്കുക? അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, അത് ശുദ്ധിയില്ലാത്ത സ്ഥലത്തൂടെ പോകണ മാതിരി ശുദ്ധിയുള്ള സ്ഥലത്തൂടി പോകൂലേ, അപ്പോൾ അത് അങ്ങനെയാണ് ശുദ്ധീകരിച്ചോളും, അത് പ്രത്യേകിച്ച് നിങ്ങൾ വൃത്തിയാക്കേണ്ടതില്ല എന്നാണ്. നമ്മൾ ഭൂമിയിൽ, നമ്മുടെ മുറ്റത്ത് കുട്ടി മൂത്രം ഒഴിച്ചു, അത് ആ മൂത്രത്തിൻ്റെ മുള കുറച്ച് വെള്ളാണ്ട് വരും, അത് വരച്ച് കഴുകേണ്ട ആവശ്യമില്ല. മുറ്റം, പ്രവാചകൻ്റെ പള്ളിയിൽ നിന്ന് ഒരു അറാബി മൂത്രം ഒഴിച്ചിരുന്നു, പ്രവാചകൻ്റെ പള്ളിയിൽ മണല, അപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്, കുറച്ച് വെള്ളം അതിൻ്റെ മുകൾക്കാണ്ട് ഒഴിക്കാൻ പറഞ്ഞു. അപ്പം നജസായ ഭൂമി ശുദ്ധീകരിക്കേണ്ടത് അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങനല്ല, അത് പിന്നെ മാർബിളും ഒക്കെ ഇട്ടതാണ്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ തറയിലാണെങ്കിൽ അത് അതിൻ്റെ നിറവും മണവും രുചിയും ഒക്കെ പോകുന്നത് വരെ നന്നായി കഴുകണം. ഈ ആർത്തവ രക്തത്തിൽ നിന്ന് ശുദ്ധിയാവേണ്ട കാര്യമല്ല, ആർത്തവ രക്തം നമ്മുടെ ഡ്രസ്സിലായാൽ എന്താ ചെയ്യേണ്ടത്? അത് തുടച്ചോ കഴുകിയോ വൃത്തിയാക്കിയാൽ മതി, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വസ്ത്രത്തിൽ നിന്ന് നീക്കം ചെയ്യുക, ശേഷം വെള്ളം കൊണ്ട് തുടക്കുക അല്ലെ ചുരണ്ടുക, എന്നിട്ട് അതിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. നായ പാത്രത്തിൽ തലയിട്ടാൽ, ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട സംഗതിയാണ്. കൊലൈമൽ ഒരു നായി കയറിയാൽ ആ കൊലായി മൊത്തം കഴുകുന്ന ഒരു സ്വഭാവം സ്ത്രീകൾക്കുണ്ട്. നായ കയറിയാലെന്നോ നായ തൊട്ടാലെന്നോ നല്ല റസൂല പറഞ്ഞത്, നായയുടെ വായ എവിടെയെങ്കിലും സ്പർശിച്ചാൽ എന്നാ. നായ പാത്രത്തിൽ തലയിട്ടാൽ തലൻ്റെ ഏറ്റവും മുൻപിലെ ഭാഗം ഏതാണ്? ഇവിടെ, അതായത് തൊടും. അപ്പോൾ ആ പാത്രം നിങ്ങൾ 7 പ്രാവശ്യം കഴുകണം.
അതിൽ ഒന്ന് മണന്ന് കലക്കിയ വെള്ളം കൊണ്ടാവണം. ഒരു നായ നമ്മുടെ വീട്ടിൻ്റെ വരാന്തയെ കയറി ഇങ്ങനെ കിടക്കുകയാണ്. ആ വരാന്ത കഴുകേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു നായിൻ്റെ പുറം നമ്മളെ കാൽമ തട്ടിപ്പോയി, കഴുകേണ്ട ആവശ്യമില്ല. എന്നാൽ നായ നക്കിയാലോ ആ ഭാഗം കഴുകണം. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതേപോലെ തന്നെ മനുഷ്യൻ്റെ വികാരപരമായ ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് വരുന്ന മനിയ്, അത് നജസല്ല. അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ, അത് ഉണങ്ങിയതാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് ആയിഷ റളിയല്ലാഹുവിനൊക്കെ കൈകൊണ്ട് ഇങ്ങനെ ചുരണ്ടി കളഞ്ഞിട്ട് ആ വസ്ത്രത്തിൽ നമസ്കരിച്ചിട്ടുണ്ട്. ഇനി കഴുകുകയും ചെയ്യാം, വിരോധമൊന്നുമില്ല. ആ കഴുകിയിട്ട് ആ വസ്ത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് നമസ്കരിക്കാം. അത് ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രത്തിൽ നിന്ന് മനിയ് കഴുകി വൃത്തിയാക്കി അതേ വസ്ത്രത്തിൽ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കഴുകിയ ഭാഗത്ത് ഇങ്ങനെ കഴുകിയ അടയാളം ഉണ്ടാവും. ഇനി ഉണങ്ങിപ്പോയതാണെങ്കിലോ കൈ കൊണ്ട് നഖം കൊണ്ടൊക്കെ ചുരണ്ടി കളഞ്ഞാൽ മതി, നജസല്ല. അതാണ് മനിയിനെ പറ്റി. അതേപോലെ തന്നെ എലി നമ്മുടെ എണ്ണയിൽ വീണാൽ ആ എണ്ണ പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല. നെയ്യിൽ വീണാലോ ആ എലി കിടക്കുന്ന ആ ഭാഗത്തുള്ള നെയ്യ് മാത്രം എടുത്ത് കളഞ്ഞ് ബാക്കി നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ മാംസം ഭക്ഷിക്കൽ അനുവദനീയമായ മൃഗങ്ങളുണ്ടാവും. പോത്തിൻ്റെ ഒക്കെ തോല് ഊറക്കിട്ടാൽ അത് ശുദ്ധീകരിക്കും. അപ്പോൾ പിന്നെ ശുദ്ധീകരിക്കും. അപ്പോൾ ഇതൊക്കെ നജസ്സുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. ഈ വസ്ത്രത്തിലും ശരീരത്തിലുള്ള നജസ്സിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വസ്ത്രത്തിലോ ശരീരത്തിലോ നജസ് ഉണ്ടെങ്കിൽ അത് നമസ്കാരത്തിൻ്റെ ഇടക്ക് നമുക്ക് അങ്ങനെ വന്നു മനസ്സിലായി നിൽക്കുക. എങ്ങനെയെന്നറിയോ? ഇപ്പോൾ ഒരു പുരുഷൻ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ മുട്ടുപൊക്കിൻ്റെ ഇടയിലുള്ള സ്ഥലം മറച്ചാൽ മതി. പിന്നെ വല്ല ഡ്രസ്സും ഉണ്ടെങ്കിൽ ഈ പെരടി ഭാഗത്ത് ഇങ്ങനെ ഇടണം എന്നാണ് റസൂൽ പറഞ്ഞത്. ഷർട്ടില്ല നിൽക്കുക, ഒരു ടവലോ ഒരു മുണ്ടേറ്റേ ഉള്ളൂ. അതെവിടെ തുണി ഉടുത്താൽ പിന്നെ എവിടെ മറക്കേണ്ടത്? ഈ ഭാഗത്താണ്. ചിലർ തലയിൽ മുണ്ടിട്ട് നിസ്കരിക്കും, ഒരു വിരോധമില്ല. അത് ചിലപ്പോൾ അയാൾക്ക് അങ്ങനെ നിസ്കരിക്കണം തോന്നുന്നു. നമുക്ക് തല മറച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ മറച്ച മുണ്ടുമെന്ന് മൂത്രത്തിൻ്റെ വാസന അങ്ങനെ വരുന്നത് നിസ്കാരത്തിൻ്റെ ഇടയിൽ. അപ്പോൾ എന്ത് ചെയ്യണം? മെല്ലെ അത് എടുത്തിട്ടാണ് കളഞ്ഞാൽ മതി. അപ്പം നിസ്കാരത്തിൻ്റെ ഇടയിൽ ശരീരത്തിലോ വസ്ത്രത്തിലോ വല്ല നജസ്സും ഉണ്ടെന്ന് മനസ്സിലാവുകയും നമസ്കാരത്തിന് ഭംഗം വരാത്ത രൂപത്തിൽ അതിൽ നിന്ന് മുക്തമാവുകയും ചെയ്യാൻ വഴി ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അതല്ല നിസ്കാരത്തിൽ നിന്ന് അത് ഒരിക്കലും ശരിയാവില്ല. ഇത് വൃത്തിയാക്കുമ്പം ഔറത്ത് വെളിവാവുകയെ അല്ലെങ്കിൽ നിസ്കാരത്തിൽ നമ്മളെ ദിശ തെറ്റൊക്കെ ചെയ്യുമെങ്കിൽ നിസ്കാരം മുറിച്ചിട്ട് ആ നജസ് വൃത്തിയാക്കി വീണ്ടും നിസ്കരിക്കണം. അതിൽ സംശയമില്ല. അതേപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഒരു മണം, അതിനുശേഷം മൂത്രം ഉണ്ടായിരുന്നു ഇവിടെ എന്ന് മനസ്സിലായി നിൽക്കുക എങ്കിൽ ആ നമസ്കാരം അയാൾ വീണ്ടും നമസ്കരിക്കേണ്ടതില്ല. എന്നാൽ ഇതൊക്കെ നജസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് ഞാൻ ഒന്നുണ്ടാക്കിയില്ലേ ഇനി ഓർമ്മയത് എങ്കിൽ ആ നിസ്കാരം ശരിയാവില്ല. രണ്ടാമത് ഒളു എടുത്ത് നമസ്കരിക്കണം. തുഖ്ബലു സ്വലാത്തുൻ ബി ഗൈരി തഹൂർ, ലാ യുഖ്ബലു സ്വലാത്തുൻ ബി ഗൈരി തഹൂർ. ശുദ്ധിയില്ലാത്ത നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഒരാൾക്ക് ഒളു എടുത്തു എന്നുള്ളത് ഉറപ്പാണ്, മുറിഞ്ഞു പോയണോ എന്നൊരു സംശയം, അപ്പോൾ ഒളു എടുക്കേണ്ടതില്ല. എടുത്തു എന്നതിൽ ഉറപ്പിക്കാം. എന്നാൽ ഒളു മുറിഞ്ഞെന്ന് ഉറപ്പാണ്, പിന്നെ എടുക്കണമെന്നൊരു സംശയം എങ്കിൽ അയാൾ ഒളു എടുക്കണം. അതുകൂടെ ഇതുമായി ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ശുദ്ധ പ്രകൃതി ഫിത്തുറ എന്നാ പറയാം. അശറത്തു മിനൽ ഫിത്തുറ, മനുഷ്യ ശരീരത്തോട് നമ്മൾ കാണിക്കേണ്ട 10 മര്യാദകളുണ്ട്. ഈ വൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് ചേലാകർമ്മം, അത് പുരുഷന്മാർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് ശ്രേഷ്ഠമായ സുന്നത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 80-ാമത്തെ വയസ്സിൽ അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ കയ്യിലെ ആയുധം കൊണ്ട് ചേലാകർമ്മം ചെയ്തതായി ബുഖാരിയും മുസ്ലിമും, ബുഖാരി 3356, മുസ്ലിം 2970 ഹദീസുകളിൽ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 80-ാമത്തെ വയസ്സിലാണ് അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം സ്വന്തം കൈകൊണ്ട് ചേലാകർമ്മം ചെയ്തത്. മാത്രമല്ല മുസ്ലിമായ ഒരു വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽഖി അൻക ശഅറൽ കുഫ്ർ, ആ അവിശ്വാസത്തിൻ്റെ ആ തലയിലെ മുടി ഉണ്ടല്ലോ അതാണ്ട് കളഞ്ഞാളാം. വഖ്തത്തിൻ, പറ്റുമെങ്കിൽ നീ എന്ത് ചെയ്യും? ചേലാകർമ്മം ചെയ്യും. അത് ശ്രേഷ്ഠമായൊരു സുന്നത്താണ്. സഹോദരന്മാരെ, എന്തെങ്കിലും അസുഖത്തിലോ പ്രയാസത്തിലോ ഒരാൾക്ക് ചേലാകർമ്മം ചെയ്യാൻ പറ്റൂല എന്ന് ഡോക്ടർമാർ പറയാം, ഒരു പ്രയാസമില്ല, ചെയ്യണമെന്നില്ല. അത് ഇസ്ലാമും മുസ്ലിമും കാഫറും തമ്മിൽ വേറിച്ചറിയാനുള്ള അടയാളമൊന്നുമല്ല. നമുക്ക് പറ്റുമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബ്രാഹിമി മില്ലത്തിലെ ഒരു പുണ്യകർമ്മമാണ്. അത്
ഫിത്രത്തിൽപ്പെട്ടതാണ്. ശരീരത്തിനോട് നമ്മൾ കാണിക്കേണ്ട 10 കടമകളിൽ ഒന്നാണ്. അതേപോലെ തന്നെ ഗുഹ്യരോമം നീക്കുക, അതേപോലെ തന്നെ കക്ഷരോമം നീക്കുക, നഖം മുറിക്കുക, മീശ വെട്ടുക. ഇതൊക്കെ എന്തിനാ അള്ളാഹ് പറഞ്ഞതെന്നറിയോ? ചില ആൾക്ക് മീശ വെട്ടാൻ മടി ഉണ്ടാവും, താടി നീട്ടാൻ മടി ഉണ്ടാവും. എന്തിനാ അള്ളാഹ് ഇങ്ങനെ? എന്താ ഇപ്പം നമ്മൾ താടി നീട്ടിച്ച് അള്ളാഹ്ക്ക് വരാനുള്ളത്? നമ്മൾ മീശ വെട്ടിയില്ലേ ഇപ്പോൾ പഠിച്ചവനക്ക് എന്താ വരാനുള്ളത്? ഇത്തരം നിയമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇയാൾക്ക് അള്ളാൻ്റെ ഇഷ്ടത്തോടാണോ താല്പര്യം, അതല്ല തൻ്റെ ഇച്ഛയോടാണോ? അത് അള്ളാഹ്ക്ക് അറിയണം. നമ്മുടെ താല്പര്യമാണ് എന്ത്? താടി ഇങ്ങനെ വടിച്ച് നല്ല സുന്ദരനായി നിൽക്കുക എന്നുള്ളത്. അള്ളാൻ്റെ താല്പര്യം എന്താ? താടി നീട്ടുക എന്നുള്ളത്. നമ്മളെ താല്പര്യമാണ് മീശ ഇങ്ങനെ വന്നിട്ട് ചുണ്ടുമൽ നിന്നിട്ട് വെള്ളം കുടിക്കുമ്പോൾ അരിപ്പ പോലെ അങ്ങനെ ആവുക എന്നുള്ളത്. അള്ളാൻ്റെ താല്പര്യം മീശ വെട്ടുക എന്നുള്ളത്. ഏതിനാണൊരു മനുഷ്യൻ താല്പര്യം, ആരെ താല്പര്യത്തിനാണ് ഒരാൾ മുൻഗണന കൊടുക്കുന്നത് അള്ളാഹ്ക്ക് അറിയണം. ഇബ്രാഹിം നബിൻ്റെ മില്ലത്ത് എന്താ? അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുക. ഭാര്യനോടുള്ള സ്നേഹമാണോ അള്ളാഹിനോടുള്ള സ്നേഹമാണോ? മകനോടുള്ള സ്നേഹമാണോ അള്ളാഹിനോടുള്ള സ്നേഹമാണോ? സ്വന്തം നാടിനോടുള്ള സ്നേഹമാണോ അള്ളാഹിനോടുള്ള സ്നേഹമാണോ? ഏതാ വലുതെന്ന് അള്ളാഹ്ക്ക് അറിയണം. അതാണ് ഇബ്രാഹിം നബിനെ നടത്തിയ എല്ലാ പരീക്ഷണവും. അതിലൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തു, വിജയിച്ചു. നിങ്ങൾ നോക്കൂ, കാലിൻ്റെ കീപ്പട്ട്, നെരിയാൻ്റെ കീപ്പട്ട് നീണ്ടു നിൽക്കുന്ന ഫാൻറ് മുറിക്കാൻ തയ്യാറല്ലാത്ത നമ്മളാണോ സ്വന്തം കുട്ടിൻ്റെ കഴുത്തിൽ കത്തി വെച്ച ഇബ്രാഹിം നബിൻ്റെ സ്മരണയിൽ ഒളിയത്തിൻ്റെ പക്ഷം ഇറച്ചി തിന്നണത്? സ്വന്തം കുട്ടിൻ്റെ കഴുത്തിൽ കത്തി വെച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അനുയായികൾക്ക് നെരിയാൻ്റെ കീപ്പട്ടുള്ള ഫാൻറ് മുറിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അത് അറിയണം. അതിനാണ് ഇത്തരം നിയമങ്ങൾ വെച്ചത്. അള്ളാൻ്റെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയാണോ, ഇത് അക്ഷരം പ്രതി നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. അപ്പോൾ മീശ വെട്ടുക, അതേപോലെ തന്നെ താടി നീട്ടി വിടുക. 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളും പറഞ്ഞു താടി വടിക്കൽ ഹറാം. 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളാണല്ലോ ഉള്ളത്, പ്രധാനപ്പെട്ടത്. 4 ആളും പറഞ്ഞതാണ് എന്ത്? താടി വടിക്കൽ ഹറാമാണ്. അതേപോലെ തന്നെ ഫിത്രത്തിൽപ്പെട്ടതാണ് പല്ല് തേക്കുക. എപ്പം? ഉറങ്ങി നീറ്റപ്പം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പം, വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം, ഉളൂഇൻ്റെ മുമ്പ്, ഇത്തരം സന്ദർഭത്തിലൊക്കെ പല്ല് തേക്കൽ സുന്നത്താണ്. എല്ലാവരും ഇത് കേട്ടിട്ട് അതിൻ്റെ നോട്ട്സ് എഴുതി വെച്ചിട്ട് എല്ലാവരും പഠിക്കണം. ഒന്നാമത്തത് സമയം എന്താണെന്ന് വെച്ചാൽ വായ വൃത്തികേടാവുക. അത് ഉറങ്ങി എണീറ്റുമ്പോഴാണ് പ്രധാനമായിട്ടുണ്ടാവുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു മിസ്വാക്ക് ചെയ്യും. അതുപോലെ തന്നെ ഉളു എടുക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ സുന്നത്താണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പം, അതേപോലെ തന്നെ വായൻ്റെ രുചി മാറുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉളു എടുക്കണം. വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പം മിസ്വാക്ക് ചെയ്യണം. വീട്ടിലേക്ക് കയറി വരുന്ന ആദ്യം ചെയ്യുന്ന പണി മിസ്വാക്ക് ചെയ്യലാണ്. ഇങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. അതേപോലെ തന്നെ മിസ്വാക്ക് ചെയ്യുന്നതിൽ, അതേപോലെ തന്നെ ചെരുപ്പ് ധരിക്കുന്നതിൽ, ഇതിലൊക്കെ ഈ നല്ല കാര്യം ചെയ്യുമ്പോഴെല്ലാം വലതിനെ മുന്തിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ചെരുപ്പിടുമ്പോൾ ആദ്യം വലത്തേക്കാല ഒരു സുന്നത്താണ്. ആ സുന്നത്ത് റമളാനിൽ ഒരു ഫർദിൻ്റെ കൂലിയാണ്. സഹോദരന്മാരെ, നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താ? അതിപ്പോൾ സുന്നത്തല്ലേ? അല്ല, ആ സുന്നത്ത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ എൻ്റെ നന്മൻ്റെ ഭാഗം കാനം തൂങ്ങുക. നല്ലോണം മനസ്സിലാക്കണം കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുആ, ചിലപ്പോൾ ആ ഒരു ദുആ കൊണ്ടായിരിക്കും പരലോകത്ത് വമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ, ഒരു സുന്നത്ത് കൊണ്ടായിരിക്കും നമ്മളെ മീസാൻ്റെ കനം നന്മൻ്റെ ഭാഗത്ത് തൂങ്ങുക എങ്കിൽ ഇതിൻ്റെ വില എത്രയാണ്? ഒരു വോട്ടിന് ജയിച്ച ഒരു സ്ഥാനാർത്ഥി, ആ ഒരു വോട്ടിൻ്റെ വില എത്രയാണ്? ഒരു വോട്ടിന് തോറ്റൊരു സ്ഥാനാർത്ഥി, ആ ഒരു വോട്ടിൻ്റെ വില എത്രയാണ്? അതാണ് ഓരോ നന്മ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാളെയും ചെയ്യാലോ, സുന്നത്തല്ലല്ലോ, ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ കുറ്റല്ല, അതല്ലേ സുന്നത്ത്? അല്ല, ഇതുകൊണ്ടായിരിക്കും ഞാൻ നാളെ പരലോകത്ത് രക്ഷപ്പെടുക, ഈ ദുഹ കൊണ്ടായിരിക്കും ഞാൻ നാളെ പരലോകത്ത് രക്ഷപ്പെടുക. അങ്ങനെയാണ് ഓരോ നന്മയും ഒരു സത്യവിശ്വാസി സമീപിക്കേണ്ടത്. അതേപോലെ തന്നെ ബറാജിമുകൾ എന്ന് പറഞ്ഞാൽ ഈ വിരലിൻ്റെ ഇട, കക്ഷം, 2 കാല് കൂടിച്ചേരുന്ന തൊടൻ്റെ ഇട, കാൽ വിരലുകൾ, ഇത്തരം സന്ധികൾ നന്നായി കഴുകൽ സുന്നത്താണ്. എണീറ്റ ഉടനെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും വായ കുപ്പിളിക്കലും സുന്നത്താണ്. ശൗചം ചെയ്യൽ നമുക്കറിയാലോ, മലമൂത്ര വിസർജനം നടത്തിയാൽ ശൗചം ചെയ്യണം, അത് നമുക്കെല്ലാവർക്കും അറിയാം. ഇനി
മലമൂത്ര വിസർജന മര്യാദകൾ എന്തൊക്കെയാണ്? ഒന്ന്, പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം എഴുതിയ വല്ല കടലാസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ബാത്റൂമിലേക്ക് കൊണ്ടുപോകരുത്. മൊബൈലും കൊണ്ടുപോകാൻ പാടില്ല. മൊബൈൽ കൊണ്ടുപോകണത് അത് വർത്താനം പറയും, ബാത്റൂമിൽ സംസാരിക്കാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. അപ്പോൾ അള്ളാഹിൻ്റെ നാമം എഴുതിയ വല്ലതും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് പുറത്ത് വെക്കണം. ജനങ്ങളിൽ നിന്ന് അകലണം. കക്കൂസിൻ്റെ ഉള്ളിലല്ല, പൊതുസ്ഥലത്ത്. ഇത് പുറത്ത് പോയിട്ട് എവിടെന്നെങ്കിലും വല്ല മൂത്രമൊഴിക്കാനൊക്കെ വരികയാണെങ്കിൽ ജനങ്ങൾ കാണാത്ത സ്ഥലത്തേക്ക് പോവുക. അള്ളാഹുമ്മ ഇന്നി ബിസ്മില്ലാഹി അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്നാണ് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. ഇവിടുന്ന് പോകുമ്പോഴേ വസ്ത്രം പൊന്തിച്ചുകൊണ്ട് പോകരുത്. നമ്മൾ ഈ ഉദ്ദേശ സ്ഥലത്തെത്തി ഇരിക്കുമ്പോഴേ നമ്മളെ വസ്ത്രം എന്ത് ചെയ്യാവും, നമ്മൾ പൊന്തിക്കാവും. അതേപോലെ തന്നെ ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ആവരുത്. എങ്ങനെയാണെങ്കിൽ പുറത്താണെങ്കിൽ, മൈതാനത്തു നിന്നാണെങ്കിൽ ഖിബിലക്ക് നേരെയാവരുത്, വിലങ്ങനാവുക. ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് പ്രശ്നമല്ല. എന്നിരുന്നാലും ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ആവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ധാരാളം ഹദീസിൻ്റെ കൂടി വായിക്കാൻ നിന്നാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ജനങ്ങൾ ഇരുന്ന് തണൽ കൊള്ളുന്ന, വിശ്രമിക്കുന്ന, സംസാരിച്ചിരിക്കുന്ന സ്ഥലത്തൊന്നും നമ്മൾ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് തെറിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് മൂത്രമൊഴിക്കരുത്. തെറിക്കാത്ത നല്ല ചെരിഞ്ഞ സൗകര്യമായ സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യണം. പുറത്തുനിന്നാണെങ്കിലാണ് ഇതൊക്കെ. സംസാരിക്കരുത്. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ പിന്നെ മൂത്രമൊഴിക്കരുത്. ജനാപത്തുകാരനായിരിക്കെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത്. കുളിക്കുന്ന സ്ഥലത്ത് ഈ രണ്ട് പ്രവർത്തനം ചെയ്യാൻ പാടില്ല. ശുദ്ധീകരണം ചെയ്യുമ്പോൾ വലത് കൈകൊണ്ട് ചാവരുത്, ഇടത് കൈകൊണ്ടാവണം. അതൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിലും ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ കല്ലുകൊണ്ട് ശൗചം ചെയ്യേണ്ട അവസ്ഥ വരുമ്പം ഏറ്റവും ചുരുങ്ങിയ 3 കല്ലുകളെ കൊണ്ട്, അല്ലെ അതിൽ കൂടുതലാകുമ്പോൾ ഒറ്റയിൽ അവസാനിപ്പിക്കണം. 3, 5, 7, 9 ഇങ്ങനെ. ഏറ്റവും ചുരുങ്ങിയത് 3 കല്ലുകളെ കൊണ്ട് എങ്കിലും ശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ കൈ നല്ലോണം കഴുകാൻ വെള്ളമില്ലെങ്കിലോ നിലത്ത് വരയ്ക്കുക. ഇതാണ് വിസർജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിതൊക്കെ. അവിടെ കൂടുതൽ സമയം ചെലവഴിക്കരുത്. പുറത്ത് കടക്കുമ്പോൾ ഓഫറാനക്ക, അള്ളാഹുവേ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയും. അത് ഞാൻ പറയാം, എന്തിനാണത്? നമ്മളിപ്പോൾ തെറ്റല്ലല്ലോ ചെയ്തത്, ശാരീരികമായ ഒരു കാര്യം ചെയ്തതാണ്. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് അവിടെ ഒഫറാനക്ക എന്ന് പറയാൻ കാരണം? ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ കോശവും തളർന്നു പോകുന്ന സമയമാണ് സക്കറാത്ത്. എല്ലാവരും മനസ്സിലാക്കണം. ഒറ്റപ്പെടൽ സത്യത്തിൽ സക്കറാത്തിലാണ്. ഐഷ റളിയല്ലാഹുവിനോട് റസൂൽ ചോദിച്ചിട്ടുണ്ട്, ഐഷ നിനക്കറിയോ ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ ഒറ്റപ്പെടുന്ന എപ്പോഴാണ്? ഐഷ റളിയല്ലാഹു എനിക്കറിയില്ല. എന്നാൽ ആശുപത്രിയിൽ നിന്ന് ജനങ്ങളെ കൈയൊഴിയും, ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമല്ല എന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് ബുദ്ധി ഉണ്ടാവില്ല. മക്കളോട് പറയുന്ന ഒരു ദിവസമുണ്ട്. അപ്പം മെഡിക്കൽ സയൻസ് കൈമലർത്തും. ലക്ഷക്കണക്കിന് ഉറുപ്പിയുണ്ട്, ചിലവാക്കാൻ മക്കളുണ്ട്. പക്ഷേ മെഡിക്കൽ സയൻസ് കൈമലർത്തും. ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കി കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര് സ്വന്തം കൈകൊണ്ട് തുടക്കാൻ കഴിയാതെ മക്കൾ തുടച്ചിരുന്നൊരു ഘട്ടം വരും. നമ്മളെ കൂടെ കളിച്ച് പഠിച്ച് വളർന്ന ആളുകൾ വീട്ടിലേക്ക് വന്നിട്ട് നമ്മളെപ്പറ്റി സംസാരിക്കണമൊക്കെ നമ്മൾ കേൾക്കും, പ്രതികരിക്കാൻ കഴിയില്ല. അതാണ് ശരിക്കും ഒറ്റപ്പെടുക. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീൻ ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനിൻ തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ. സൂറത്തുൽ വാഖിഅ അല്ലാഹു വെല്ലുവിളിച്ചതാ. ആത്മാവ് തൊണ്ടക്കുയിലെത്തുമ്പോൾ കണ്ണിങ്ങനെ തുറച്ചു നോക്കും. നിങ്ങൾ വിചാരിക്കും നിങ്ങളാണ് ആ രോഗിയിലേക്ക് ഏറ്റവും അടുത്തത്. വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിങ്ങൾക്ക് ഇന്നെ കാണാൻ കഴിയില്ല, പക്ഷെ ആ രോഗിയിലേക്ക് ഏറ്റവും അടുത്ത് ഞാനാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം അർത്ഥം? നിങ്ങൾ ആരെങ്കിലും സൂറത്തുൽ വാഖിഅയിൽ ഈ അർത്ഥത്തെ, ഈ ആയത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഫലൗലാ ഇൻ കുൻ എന്താണ്? വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. ആ രോഗിയിലേക്ക് ഏറ്റവും അടുത്തത് ഞാനാണ്, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലെങ്കിലും എന്ന് അള്ളാഹ് പറഞ്ഞതിൽ അർത്ഥം എന്താ അറിയോ? ആ രോഗി ഇപ്പം അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ, പ്രയാസം ഉണ്ടല്ലോ, ഞാനും ആ രോഗിയല്ലാതെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല എന്നതിൻ്റെ അർത്ഥം. എത്ര വലിയ ഒറ്റപ്പെടലാണ്. ഐഷ റളിയല്ലാഹുവിൻ്റെ മാറിൽ തല വെച്ച് അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് നമ്മുടെ നേതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, യാ ആയിഷ ഇന്നി അജിദു അലമു ത്വആമുല്ലദീ അകൽതു ബി ഖൈബർ. ഖൈബർ യുദ്ധത്തിന് പോയി വരുമ്പോൾ
ജൂതയായ ഒരു പെണ്ണ് പറഞ്ഞല്ലോ, റസൂൽ നിങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതിലെ വരണട്ടോ, ഞാൻ ആട്ടിറച്ചി ഉണ്ടാക്കി വെക്കാൻ. ഈ സാധു മനുഷ്യൻ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അദ്ദേഹം അനുയായികളും ജൂതയായ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആർത്തിയോടുകൂടി ചെന്നപ്പം നിരത്തി വെച്ചിരിക്കുന്നു ആട്ടിറച്ചി. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ബഷീർ എന്ന ഷഹാബി ഒരു കഷ്ണെടുത്ത് തൊള്ളയിലിട്ടത് ഓർമ്മയുണ്ട്, തൽക്ഷണം മരിച്ചുപോയി. അത്ര മാരകമായ വിഷായിലിട്ടത്. റസൂൽ ഒരു കഷ്ണെടുത്ത് തൊള്ളയിലിട്ട് ജിബിലിൽ ഒറ്റപ്പെടുത്തം പിടിച്ചു, റസൂലേ ഇറക്കരുതയിൽ വിഷമുണ്ട്. എങ്കിലും വായിൽ ഭക്ഷണം ഇട്ടാലേ ഉമിനീരിൻ്റെ കൂടെ കുറച്ച് കീപ്പെട്ട് പോവും. റസൂൽ പറയാ, ഇന്നീല അജിദു അലമുത്തൊആമുല്ലദി അക്കൽതു ബി ഖൈബറ. ഖൈബറിൽ പോകുമ്പോൾ ആ പെണ്ണ് തന്ന ആ വിഷമുണ്ടല്ലോ, എനിക്കിപ്പോൾ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഓരോ നാടിയും നരമ്പും മുറിഞ്ഞു പോകുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ 5 അറബികൾക്ക് താങ്ങാൻ കഴിയാത്ത വേദന എനിക്കിപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ അള്ളാൻ്റെ റസൂലാണ്. ഈ ലോകത്ത് ഏതെങ്കിലും മനുഷ്യൻ്റെ മരണം ഏറ്റവും എളുപ്പമായിരുന്നെങ്കിൽ ആ എളുപ്പമുള്ള മരണത്തിൻ്റെ കോലാ പറഞ്ഞത്. ഒറ്റപ്പെടും, ശരീരം തളരാൻ പാടില്ല. ശരീരം തളരും, പക്ഷെ നാവ് തളരാൻ പാടില്ല. നമ്മുടെ നാവിന് ഒരു തളർച്ചയും പറ്റാൻ പാടില്ല. എന്താ അതിൻ്റെ മാർഗം? വദ്കുറുല്ലാഹ കസീറൻ. അള്ളാനെ ധാരാളമായി ദിക്ർ ചെയ്ത് നിന്റെ നാവ് ദിക്റിൽ നനഞ്ഞുകൊണ്ട് മരിച്ചു പോകണം. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ നമ്മുടെ നാവിന് പവർ വേണം. ശരീരം മുഴുവൻ തളർന്നോട്ടെ. ആ തളർച്ച ഇല്ലാതെക്കണമെങ്കിൽ അള്ളാനെ എപ്പോഴും ഓർക്കണം. ഈ കക്കൂസിൽ നിൽക്കുന്ന 5 മിനിറ്റ് 10 മിനിറ്റ് റബ്ബേ എനിക്ക് അന്നെ ഓർക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണം, എൻ്റെ നാവിനെ നീ തളർത്തി കളയരുതിട്ടോ. അതാണ് ഗുഫ്റാനക എന്ന വാക്കിൻ്റെ അർത്ഥം. അത് പറഞ്ഞുകൊണ്ടാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്. ഇനി ഇൻഷാ അല്ലാഹ് വുളൂവിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും കുറ്റമറ്റ രീതിയിൽ അള്ളാഹ്ക്ക് സമർപ്പിച്ചിട്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പ്രാർത്ഥിക്കുവാനും സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.